2 വർഷം മുമ്പ് തെങ്ങ് വീണ് തകർന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായം തേടി നിവേദനവുമായാണ് തൃശൂർ പുള്ളിലെ കൊച്ചുവേലായുധൻ സ്വന്തം MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അടുത്തെത്തിയത്. അതും MP നാടിനെ അറിയാനായി സംഘടിപ്പിച്ച കലുങ്ക് എന്ന പേരിലുള്ള സംവാദത്തിനിടെ. ആ നാട്ടിലെ ആളുകളെല്ലാം കൂടി നിൽക്കുന്ന ആ വേദിയിൽ പക്ഷേ ആ വന്യവയോധികൻ തീർത്തും അധിക്ഷേപിക്കപ്പെട്ടു. നിവേദനം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങേയറ്റം അപമാനിക്കും വിധത്തിൽ ഇതൊന്നും MP-യുടെ ജോലിയല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പോലും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഒന്നും സംസാരിക്കാനാകാതെ കൊച്ചുവേലായുധനും നിന്നു. സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷയെങ്കിലും വാങ്ങി വയ്ക്കാമായിരുന്നു എന്ന കൊച്ചുവേലായുധൻ്റെ വാക്കുകളിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന പൗരൻ്റെ നിസ്സഹായതയും വേദനയും അവഗണനയുമെല്ലാം ഉണ്ട്. ഈ വിഷയം RDX ചർച്ചയ്ക്കെടുക്കുന്നു. ആദ്യം RDX റാം. കൂടുതൽ ജനകീയ ഇടപെടൽ എന്ന ലക്ഷ്യവുമായാണ് തൃശൂരിൽ MP-യുടെ കലുങ്ക് സംവാദം എന്ന ആശയം രൂപപ്പെടുന്നത്. വികസന ചർച്ചയ്ക്കൊപ്പം വ്യക്തിപരമായ സൗഹൃദങ്ങളും പങ്കുവയ്ക്കലുമെല്ലാം കലുങ്ക് സംവാദത്തിലൂടെ സാധ്യമാകുമെന്ന് സുരേഷ് ഗോപി അവകാശപ്പെട്ടിരുന്നു. തൃശൂരിലെ പുള്ളി ഗ്രാമത്തിലും ചെമ്മാപ്പള്ളി കടവിലുമെല്ലാം കലുങ്ക് സംവാദം സംഘടിപ്പിച്ചു. പുള്ളിലെ ചർച്ചകൾക്കിടെയുണ്ടായ സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയും ചില ഡയലോഗുകളുമെല്ലാം വിവാദമായി. പുള്ളിലെ സംവാദത്തിനിടെ MP-ക്ക് മുന്നിൽ ഭവന സഹായ നിവേദനവുമായി എത്തിയ പ്രദേശവാസിയായ തയ്യാട്ട് കൊച്ചുവേലായുധനാണ് അപമാനിതനായത്. അപേക്ഷ വാങ്ങി നോക്കുക പോലും ചെയ്യാതെ കൊച്ചുവേലായുധനെ കേന്ദ്രമന്ത്രി പൊതുമധ്യത്തിൽ അവഹേളിച്ചു. ഇത്രയുള്ള ആൾക്കാരെ എന്തെങ്കിലും ഞാൻ പറയാം, അപേക്ഷ മേടിച്ചാൽ മതി, എനിക്കൊന്നും തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. മറ്റൊരാൾ അപമാനിതനാകാതിരിക്കാൻ അപേക്ഷ ഒളിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ പതിഞ്ഞു. ഇതോടെ വലിയ വിമർശനമാണ് കേന്ദ്രമന്ത്രിക്കെതിരെ ഉയർന്നത്. കോർപ്പറേഷൻ ഭരണം തന്നാലേ MP ഫണ്ട് നൽകാനാകൂ തുടങ്ങിയ പരാമർശങ്ങളും കേന്ദ്രമന്ത്രി നടത്തി. തെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർക്കടക്കം സഹായം പ്രഖ്യാപിച്ച് വാർത്തകളിൽ ഇടം പിടിച്ച സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്റെ വോട്ടർമാരുടെ പരാതി കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നാണ് വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. അപേക്ഷ നിരസിച്ച നടപടി രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്ത് ചെയ്യാനാകും, ചെയ്യാനാകില്ല എന്നതിൽ വ്യക്തതയുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല. ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തൻ്റെ ശൈലിയല്ല. ഭവന നിർമ്മാണം സംസ്ഥാന വിഷയമാണ്, അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണമെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത്. സുരേഷ് ഗോപി അപമാനിച്ച കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകും എന്നാണ് ഇപ്പോൾ CPIM പറഞ്ഞിരിക്കുന്നത്. നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് നേരിൽ കണ്ട് ഉറപ്പു നൽകി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. രാഷ്ട്രീയ ഉന്നത്തോടെ ആണെങ്കിലും താൻ കാരണം അവർക്ക് വീട് നിർമ്മിച്ച് നൽകുമല്ലോ, അവർക്ക് വീട് ലഭിച്ചല്ലോ എന്നാണ് സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിച്ചത്. എല്ലാം നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പോഴെങ്കിലും വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ എന്നാണ് സുരേഷ് ഗോപി അതേക്കുറിച്ച് പറഞ്ഞത്. സനീഷ്, ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഈ എയിംസിൻ്റെ കാര്യത്തിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി പറഞ്ഞു, ഈ തൃശ്ശൂർ തന്നില്ലെങ്കിൽ ഈ സാധനം ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്നു. അതിനു മുമ്പ് ആലപ്പുഴ അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയ്ക്കാണ് ഇത് ഇണങ്ങുക എയിംസ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളും തന്നെ മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ പലപ്പോഴും സുരേഷ് ഗോപിയുടെ വിഷയങ്ങൾ പലതും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന മട്ടിൽ, കാരണം നിരന്തരം ഇതെന്തോ പരിഹസിക്കുന്ന മട്ടിലായി പോകുന്നു എന്നുള്ളത് കൊണ്ട് അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ച് മാറ്റിവെച്ച അവസ്ഥയുണ്ട്. ഇതിപ്പോൾ എന്താ പറയുക? ഇതിപ്പോൾ അർഷൻ ഇപ്പോൾ പറഞ്ഞ കാര്യമുള്ളൂ. അതായത് നിരന്തരം ഇങ്ങനെ സുരേഷ് ഗോപിയെ എതിർക്കുകയും സുരേഷ് ഗോപിയെ ചിരിവരും സംസാരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചിരി വരും. അപ്പോൾ നമ്മളൊരാളെ, ഒരു ജനപ്രതിനിധി, ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, പ്രത്യേകിച്ച് ഒരു സൂപ്പർ താരമായിരുന്ന ഒരാളെ എപ്പോഴും ഇങ്ങനെ പരിഹസിക്കുന്നത് പോലെ കാഴ്ചക്കാർക്ക് തോന്നി അത് മോശമാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ചിലപ്പോഴൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പരിഹസിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കുഴപ്പമല്ല എന്നാണ് ഞാനിതിനെക്കുറിച്ച് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണുന്നത്. സുരേഷ് ഗോപിയെ കുറ്റം പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് സുരേഷ് ഗോപിയുടെ PR പണിയെടുക്കുന്ന ആളുകളുടെ കുഴപ്പമാണ്. അവർ പൈസ കൊടുത്തിട്ടോ കൊടുക്കാതെ, ഇപ്പോൾ പൈസ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു പണ്ട് സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് ഒരേപോലെ സുരേഷ് ഗോപിയുടെ ഫോട്ടോയും മഹാനായ സുരേഷ് ഗോപി നീലക്കുയിൽ, പച്ചക്കുയിൽ, മഞ്ഞക്കുയിൽ, യെല്ലോ കുയിൽ എല്ലാമായിട്ട് ഇങ്ങനെ പേജുകൾ വരുമായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു കുഴപ്പമാണിതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ PR ടീം സുരേഷ് ഗോപി മഹാനായിട്ടുള്ള ആളാണ്. സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കും. സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അദ്ദേഹം സിനിമയിൽ നിന്ന് അഭിനയിച്ച പൈസ എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് PR ടീം പറഞ്ഞുകൊണ്ടേയിരുന്നത്. അവരുടെ കുഴപ്പമാണ്. സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളാണ്. അദ്ദേഹം അങ്ങനെ നിവേദനമൊന്നും വാങ്ങുന്ന ആളല്ല. പക്ഷേ സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കുന്നത് കേൾക്കുമ്പോൾ തൃശ്ശൂരിലെയും ചുറ്റുപാടുള്ള ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. എല്ലാവരും പറയുകയാണ്, ഇപ്പോൾ പിന്നെ ഇവിടെ 100 രൂപ കൊടുക്കേണ്ടത് കേട്ടല്ലോ എന്നൊരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നില്ല. എന്നാൽ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് കേട്ടുമ്പം പോവും. അപ്പോൾ എന്നാൽ പിന്നെ ഞാനും കൂടെ പോയേക്കുന്നത് എല്ലാവരും പോകും. ഇപ്പോൾ ആവശ്യമുള്ള ആളാണ് ഈ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു. വളരെ സാധുവായിട്ടുള്ള ആളാണ്, നമുക്കറിയാം. അപ്പോൾ ആളുകൾ BJP-ക്കാർ പറയുന്നു, PR ടീം പറയുന്നു, PR ടീം പറയുന്നത് കേട്ടിട്ട് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും പറയുന്നു.
അപ്പോൾ സുരേഷ് ഗോപി ഒരു മഹാനായിട്ടുള്ള മറ്റു രാഷ്ട്രീയക്കാരെ പോലെയല്ല. പിണറായി വിജയന് അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല, VD സതീശൻ്റെ അടുത്ത് പോയിട്ടൊരു നിവേദനം കൊടുക്കാൻ പറ്റില്ല, അല്ലെ VD സതീശൻ അങ്ങനെ വ്യക്തിപരമായിട്ട് സഹായിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് സഹായിക്കുക. പിണറായി വിജയൻ വ്യക്തിപരമായിട്ട് സഹായിക്കാറില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ സർക്കാരാണ് സഹായിക്കുക. അതിനൊരു സുഘടിതമായിട്ടുള്ള രീതിയുണ്ട്. പക്ഷേ സുരേഷ് ഗോപി മാത്രം, രാജ്യത്ത് തന്നെ രാഷ്ട്രീയക്കാരിൽ സുരേഷ് ഗോപി മാത്രം എല്ലാവരെയും സഹായിക്കുന്ന ആളാണ്. എല്ലാവരെയും സഹായിക്കുന്ന ആളാണെന്ന് PR ടീമും മറ്റുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ആളുകൾ സ്വാഭാവികമായിട്ടും ആവശ്യമുള്ള ആളുകൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് സുരേഷ് ഗോപി അല്ലേ മഹാനായിട്ടുള്ള ആളല്ലേ, അദ്ദേഹം ഒരു സിനിമ നടനാണ്, ഒരുപാട് കാശുണ്ട് അദ്ദേഹത്തിന്, ഉള്ള കാശൊക്കെ അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുകയാണെന്ന് കണ്ടിട്ടാണ് ഇദ്ദേഹവും പോയിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹം ആകെ അപമാനത്തിനും വിഷണനായി. നമുക്ക് ആ വിഷയം കാണുമ്പോൾ നമ്മൾക്ക് വിഷമമാവുകയാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം ഹർഷൻ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ, വേണ്ട ചർച്ച ചെയ്യേണ്ട, നമുക്കത് അതിനെപ്പറ്റി ഒന്നും പറയേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാണുന്നത് തന്നെ വിഷമാണ്. അദ്ദേഹത്തെ അപമാനിക്കുന്നത് കൂടുതൽ അപമാനം കൂടുകയല്ലേ ഉണ്ടാവുക എന്നൊരു തോന്നലാണ് നമുക്കുണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞതിന്, ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് മാറിയിട്ട്, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ നാട്ടിലോ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റുപാട് ഒരു IIT വേണം എന്ന് വിചാരിച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് പോകുമ്പോൾ, അടുത്തേക്ക് പോകുമ്പോൾ എഴുതി കൊടുക്കുകയല്ലേ ചെയ്യുക. രേഖാമൂലം കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ രീതി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് രേഖ എഴുതിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രി പറ്റില്ല, ഞാനല്ല ചെയ്യേണ്ടത്, നിങ്ങൾ അവിടെ പോയി പറയൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അപമാനിതനാകില്ലേ, അദ്ദേഹത്തിന് വിഷമാകില്ലേ? അത് ക്യാമറയിൽ പകർത്തപ്പെട്ടാൽ ഇത്രയും ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സാധാരണ അദ്ദേഹത്തെക്കാൾ കൂടിയതായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തെക്കാൾ ഉന്നതനായിട്ടുള്ള ഒരാൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് അപമാനം ഉണ്ടാവില്ലേ? ഈ സാധാരണമായ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയില്ല. ഞാൻ കാണുന്ന കാലത്ത് സുരേഷ് ഗോപി വലിയ സൂപ്പർ താരമാണ്. ഞാൻ കാണുന്ന കാലത്ത്, ഹർഷൻ കാണുന്ന കാലത്ത് രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പറയുന്ന ആൾ ആ കാലത്ത് അദ്ദേഹം കരുണാകരൻ്റെ ആളായിരുന്നു. ഓർമ്മയുണ്ടോ? K. കരുണാകരൻ്റെ ആളായിരുന്നു കോൺഗ്രസ്. അദ്ദേഹം കരുണാകരനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുമായിരുന്നു. ഞാൻ പിന്നീട് കാണുമ്പോൾ ഇദ്ദേഹം VSൻ്റെ അല്ല, EP ജയരാജൻ്റെ ആളായിരുന്നു. ഞാൻ കണ്ണൂർ കാണുമ്പോൾ EP ജയരാജൻ്റെ ആളാ, VSൻ്റെ ആളെങ്കിൽ VSൻ്റെ ആളാണ്, അതിന് EP ജയരാജൻ്റെ ആളായിരുന്നു. അപ്പോൾ EP ജയരാജൻ ഇങ്ങനെ വാദത്തോടെ പറയും. ഇപ്പോൾ BJPയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയം നന്നായിട്ട്, ഇദ്ദേഹത്തിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കിടയിൽ ഇടപെടുന്ന പരിപാടിയാണ്. ഇപ്പോൾ ആ കൊച്ചുവേലായുധൻ അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിനുള്ള ധാരണ പോലും മനുഷ്യത്വത്തെ പറ്റിയോ ഇത്തരം സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയോ ഈ സുരേഷ് ഗോപിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കൊച്ചുവേലായുധൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, എൻ്റെ പേപ്പർ വാങ്ങിയാൽ മതിയായിരുന്നു, ഇത് കിട്ടണമെന്ന് പോലും ഇല്ലായിരുന്നു. അത് അദ്ദേഹത്തിന് ഉള്ളിലുണ്ടാക്കിയുള്ള വിഷമത്തിൻ്റെ വലുപ്പമല്ലേ കാണുന്നത്. അതായത് നിങ്ങൾ ആളുകളുടെ മുന്നിൽ നിന്ന് എൻ്റെ പേപ്പർ വാങ്ങാതെ എന്നെ അപമാനിച്ച എന്തിനാണ് എന്നാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ പോലൊരു മഹാനായ ആളോട് ചോദിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ഒന്നുകിൽ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ 3 രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം കാണിച്ച ആളാണല്ലോ സുരേഷ് ഗോപി, നാട്ടു നടപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ അതേക്കാൾ വലിയ സൂപ്പർ താരമല്ല, ഞാൻ ഇവരെയൊക്കെ പോലെ തന്നെ മനുഷ്യരെ പരിഗണിച്ചാണ് പോകേണ്ടതെന്ന് ഒന്നും മനസ്സിലാക്കുക. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ PR ടീം, ഇദ്ദേഹം മഹാനായിട്ടുള്ള ആളാണ്, ഇദ്ദേഹമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമയിലെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത്, ആ പൈസ മുഴുവൻ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുകയാണ്, ഇദ്ദേഹം മഹാനായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുകയും വീട് നടത്തുകയും ചെയ്യുന്ന ആളാണ് എന്നുള്ള പ്രചാരണം ഒന്ന് അവസാനിപ്പിച്ച് തരിക. പിന്നെ സുരേഷ് ഗോപി തന്നെയും, ഞാൻ അവിടെ ചെന്ന് അന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ CPM കോൺഗ്രസ് ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാൻ മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ച് നൽകും, ഇമ്മാതിരിയുള്ള പ്രഖ്യാപനം നടത്താതിരിക്കുക. ഞാൻ മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ച് നൽകാം എന്ന് അദ്ദേഹം പറയും. ഇപ്പോൾ സുരേഷ് ഗോപി വീട് നിർമ്മിച്ച് നൽകുമെന്നത് CPMകാരുടെ ട്രോൾ മെറ്റീരിയലാണിപ്പോൾ. അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പറയും സുരേഷ് ഗോപി വീട് നിർമ്മിച്ച് നൽകും. അപ്പോൾ ഇമാതിരിയുള്ള പ്രസ്താവനകളും ട്രോളും ഇമാതിരിയുള്ള PR പരിപാടിയും കണ്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമം പറഞ്ഞ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഒരു മഹാനായി കണ്ടിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. നാളെ മുതൽ സുരേഷ് ഗോപി പറയണം, ഫേസ്ബുക്കിൽ എഴുതുകയോ അല്ലെങ്കിൽ നേരിട്ടൊന്ന് പറയണം, ഞാൻ ഈ PR ചെയ്യുന്നതാണ്, ഞാൻ അവരോട് ഇനി പറഞ്ഞുകൊള്ളാം, ഞാൻ അങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആളല്ല, ഞാൻ പേപ്പർ പോലും വാങ്ങാറില്ല എന്ന കാര്യം സുരേഷ് ഗോപി പറയാണ് വേണ്ടത്, അല്ലേ? അതെ. ഇതിനകത്ത് സനീഷ, ഇത് കൊച്ചുവേലായുധന് എന്ന് പറയുന്ന അദ്ദേഹത്തിന് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു അപമാനമല്ല. അദ്ദേഹത്തിന് സുരേഷ് ഗോപി ഇരിക്കുന്നതിന് 3-ാമതോ 4-ാമതോ ആയി മറ്റൊരു വയോധികൻ ഇരിപ്പുണ്ട്. അദ്ദേഹം ഈ ഒരു പെരുമാറ്റം കണ്ട ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അപേക്ഷ പിന്നിലേക്ക് വെച്ചു. അതായത് സുരേഷ് ഗോപി ഇനി എങ്ങാനും കണ്ടാലോ എന്ന് ഭയന്ന് അത് ഒളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ സങ്കടകരമായ കാഴ്ചയാണത്. ഇപ്പം പലപ്പോഴും നമ്മൾ തന്നെ വിചാരിക്കും, പല രാഷ്ട്രീയ നേതാക്കൾക്കും സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ അപേക്ഷകളും നിവേദനങ്ങളും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊക്കെ കൈ മേടിച്ചിട്ട് ഇതിനുമേൽ നടപടിയെടുക്കാനാണോ അതോ ഇവർ ചുരുട്ടിക്കൂട്ടി കളയുമോ എന്നൊക്കെയുള്ളത് നമ്മളും ആശങ്കപ്പെടാറുണ്ട്. കളയുന്ന തരക്കാരുമുണ്ട്. ഇദ്ദേഹം പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങില്ല എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് സനീഷ് നേരത്തെ പറഞ്ഞ പോലെ അയാൾ അപ്പുറത്ത് നിൽക്കുന്നയാൾ അപമാനിതനാകുകയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അത് അദ്ദേഹത്തിന് ഇല്ല. അത് ആരെങ്കിലും ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കൊച്ചുവേലായുധൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. ഒരു തെങ്ങ് അദ്ദേഹത്തിൻ്റെ വീടിന് മുകളിലേക്ക് വീണിരിക്കുന്നു, അത് അറ്റകുറ്റപ്പണികൾ ചെയ്ത് തീർത്ത് തരണം വീട്, അതിനുള്ള ആവതില്ല എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണല്ലോ കടലാസിൽ എഴുതി കൊടുക്കുന്നത്.
അത് ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ അറിയാം, തെങ്ങ് വീണു വീട്ടിലേക്ക്. ഇത്ര കേൾക്കുമ്പോൾ തന്നെ ഇത് എൻ്റെ അല്ല എന്ന്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ല എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞു, കൈമാറി കഴിഞ്ഞു. സത്യത്തിൽ ഒരു ജനപ്രതിനിധി അതാണോ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ചെയ്യാനൊന്നുമില്ലേ? അദ്ദേഹത്തിന് ചെയ്യാനുണ്ടല്ലോ. അദ്ദേഹം ഈ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഒരു ജനപ്രതിനിധി, ഒരു MP, സ്ഥലം MP ഈ ഇത് കിട്ടിയാൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ ആവശ്യം എന്താണ്, സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിന് കൈമാറുകയോ അതല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് ഒരു കവറിംഗ് ലെറ്റർ വെച്ചിട്ട് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, ഇയാൾ സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ വേണ്ടത് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ചെയ്യിച്ച നടപടി എന്താണ് എടുത്തതെന്ന് അറിയിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടൊരു കത്ത് കൊടുക്കാൻ മേലെ MP-ക്ക്. MP-യുടെ ഓഫീസിൽ ഇതൊന്നും MP കുത്തിയിരുന്ന് എഴുതേണ്ട കാര്യമല്ലല്ലോ. അതൊക്കെ MP-യുടെ ഓഫീസിൽ നിന്ന് ചെയ്തോളൂല്ലോ. ഈ ഓഫീസ് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഏറെ കാലതാമസം എടുത്തു ഈ തൃശ്ശൂരിൽ. അതും ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു. അതിനൊക്കെ ശേഷമാണ് അത് വന്നത്. ഇനി അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ജില്ലാ ഭരണകൂടത്തിൽ ഇത് കളക്ടർക്ക് കൊടുക്കാമല്ലോ. ഇതുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, കളക്ടർക്ക്, പഞ്ചായത്തിന് വേണ്ട കളക്ടർക്ക്. അതാകുമ്പോൾ MP കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി കൊടുക്കുകയാണ് കളക്ടർക്ക് ഒരു കത്ത്. ഉറപ്പായിട്ടും അതിന്മേൽ ഒരു മറുപടിയെങ്കിലും ഉണ്ടാവും, നടപടി തന്നെ ഉണ്ടാവും, ഒരു മറുപടിയെങ്കിലും ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഇത് ദുരന്ത നിവാരണ ഫണ്ട് ഈ കേസിൽ കൊടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിന് മറുപടി കൊടുത്തേ പറ്റൂ കളക്ടർ. അത് ഏതെങ്കിലും തരത്തിൽ പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം സ്വന്തം പണി എന്താണെന്നും അദ്ദേഹത്തിന് അറിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് ഈ വൈകാരികമായ ഈ പ്രശ്നങ്ങൾ തിരിച്ചറിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹത്തിന് ധാരണയില്ല. കറക്റ്റ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നേരത്തെ ഉണ്ടായിരുന്ന പണിയുണ്ടല്ലോ, സിനിമ, അദ്ദേഹത്തിന്റെ മേഖലയിൽ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം അഭിനയിച്ച്, അദ്ദേഹം ഇപ്പോൾ പറയണ്ടല്ലോ, ഞാൻ ചെയ്യാൻ എനിക്കാകുന്നത് മാത്രമേ ഞാൻ ചെയ്യൂ. എന്താ അദ്ദേഹത്തിന് ചെയ്യാനാകുക? അദ്ദേഹം അഭിനയിച്ച പടത്തിന്റെ പേര് ഒരു കാര്യമില്ലാതെ മാറ്റി സെൻസർ ബോർഡ് ഉടക്കി വെച്ചു. അതിനകത്തൊരു വർത്തമാനം പറഞ്ഞു അദ്ദേഹം. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുക? അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്ന സിനിമാ പരിപാടിയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ വയ്യ, ന്യായമുള്ള കാര്യത്തിന്. എന്നിട്ട് എന്നിട്ട് ആ സിനിമയുടെ പേര് നേരാമ്പണ്ണം പോയോ? ജാനകി എന്ന പേരിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ജാനകി V എന്നാക്കി. ഒന്നും ഇടപെട്ടില്ല, ഒന്നും ചെയ്തില്ല. ആ പണിയിൽ ചെയ്യാൻ വയ്യ. ഈ പണിയിൽ ഹർഷ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തോ? അതും ചെയ്തില്ല. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ പരിപാടി? ഇങ്ങനെ എടുത്ത് ഈ BJP-ക്കാർ ഇങ്ങനെ മറ്റേ എന്താണ് നമ്മൾ അമ്പലപ്പറമ്പില് പള്ളിപ്പെരുന്നാളിലൊക്കെ ഈ കെട്ട് ഘോഷയാത്ര കൊണ്ടുപോകില്ല. ഇതിനേക്കാളൊക്കെ കേരളത്തിലെ BJP-യുടെ നേതാക്കന്മാർ ഇപ്പോൾ K. സുരേന്ദ്രന്റെ കയ്യിലോ മറ്റേതെങ്കിലും ഒരു നേതാവിന്റെ കയ്യിലോ ഈ അപേക്ഷ, അവർക്കൊന്നും ഈ അധികാരം ഇല്ലല്ലോ, അവർ അധികാര സ്ഥാനത്തുള്ളവരല്ല. എന്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ കൈ കൊണ്ട് ഈ അപേക്ഷ കൊടുത്താൽ അതിന്മേൽ നടപടി ഉണ്ടാവും. അവിടെ ഇത് ഈ പറയുന്ന ഇതേ നടപടിയാണല്ലോ സ്വാഭാവികമായും സ്വീകരിക്കുക. കളക്ടർക്കോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിനോ ഒക്കെ ഈ കത്ത് കൈമാറുകയോ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളോട് ചോദിച്ച് ഇതിലെന്തെങ്കിലും ഇടപെടാൻ സാധ്യതയുണ്ടോ എന്ന് ആരായുകയോ ചെയ്യണ്ടേ. BJP തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി പലയിടത്തും BJP-യുടെ മറ്റ് ആന്തര സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് പലർക്കും വീട് വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അവരെ ഏൽപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ ഇത് പരിശോധിക്കാനെങ്കിലും ആവശ്യപ്പെടാമല്ലോ. ഇതൊന്നും ചെയ്തില്ല. തൃശ്ശൂരിൽ തെങ്ങ് വീണൊരു വീട് നന്നാക്കാൻ പറ്റാത്ത ആളാണ് തമിഴ്നാടിന് IAM ഉണ്ടാക്കി കൊടുക്കുന്നത്. മഹാത്മാഗാന്ധി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നടത്തിയിരുന്ന ഒരു പരീക്ഷണത്തെ പറ്റി കേട്ടിട്ടില്ലേ? ജവഹർലാൽ നെഹ്റുവും ഗോവിന്ദ് വല്ലഭ് പന്തും എല്ലാം ജീവിതത്തിലേക്ക് പകർത്തിയ ഉപദേശമായിരുന്നു അത്. ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ഒരിക്കൽ ഗാന്ധി എഴുതി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ സംശയം തോന്നുന്ന നേരത്തെല്ലാം എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പോകുന്നതിന് മുമ്പ് ജീവിതത്തിൽ കണ്ടുള്ള ഏറ്റവും ദയനീയനായ മനുഷ്യൻ്റെ മുഖം ഓർക്കുക. എന്നിട്ട് ചിന്തിക്കുക, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിന് ഏത് വിധം പ്രയോജനപ്പെടും എന്ന്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും അദ്ദേഹത്തിന് ഏതെങ്കിലും വിധം ഗുണപ്പെടുമോ എന്ന്. അങ്ങനെയെങ്കിൽ നീതിയുള്ളതും ശരിയുമായ ഒരു തീരുമാനം തന്നെയാണ് നിങ്ങൾ എടുക്കുക എന്ന്. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇത് വായിച്ചിരുന്നെങ്കിൽ, പകർത്തിയിരുന്നെങ്കിൽ എന്ന് RDX ആത്മാർത്ഥമായി ആശിക്കുന്നു.